Hi everyone. നമുക്ക് ഇന്ന് generate parenthesis എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. Given n pairs of parentheses, write a function to generate all combinations of well-formed or balanced parentheses. n pairs of parentheses നമുക്ക് തന്നിട്ടുണ്ടാവും. ഇവിടെ നോക്കിയാൽ ഇൻപുട്ട് n equal to 3. n equal to 3 എന്ന് പറഞ്ഞാൽ 3 ലെഫ്റ്റ് ബ്രാക്കറ്റും 3 റൈറ്റ് ബ്രാക്കറ്റും നമുക്ക് തന്നിട്ടുണ്ട്. ഈ ബ്രാക്കറ്റ് ലെഫ്റ്റ് ബ്രാക്കറ്റും ഈ ബ്രാക്കറ്റ് റൈറ്റ് ബ്രാക്കറ്റുമാണ്. ഇവിടെ ഇൻപുട്ട് n ഈക്വൽ ടു 3 എന്ന് വെച്ചാൽ 3 ലെഫ്റ്റ് ബ്രാക്കറ്റും 3 റൈറ്റ് ബ്രാക്കറ്റും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് എ ഫംഗ്ഷൻ ടു ജനറേറ്റ് ഓൾ കോമ്പിനേഷൻസ് ഓഫ് വെൽ ഫോംഡ് ഓർ ബാലൻസ്ഡ് പാരാന്തസിസ്. ബാലൻസ്ഡ് പാരാന്തസിസിന്റെ കോമ്പിനേഷൻസ് ജനറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ, 3 ലെഫ്റ്റ് ബ്രാക്കറ്റും 3 റൈറ്റ് ബ്രാക്കറ്റും ഉപയോഗിച്ച് നമുക്ക് പല സ്ട്രിങ്സ് ഫോം ചെയ്യാൻ പറ്റും. പല പല കൈൻഡ് ഓഫ് സ്ട്രിങ്സ് ഫോം ചെയ്യാൻ പറ്റും. ആ സ്ട്രിങ്സിലെ ബാലൻസ്ഡ് പാരാന്തസിസ് അല്ലെ വെൽ ഫോംഡ് പാരാന്തസിസ് ഉള്ള സ്ട്രിങ്സ് ഔട്ട്പുട്ടിൽ റിട്ടേൺ ചെയ്യണം. ഈ ഒരു സ്ട്രിങ് ബാലൻസ്ഡ് ആണോ? ഇത് ബാലൻസ്ഡ് ആണ്. ബാലൻസ്ഡ് ആയതുകൊണ്ടാണല്ലോ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടിയേ. ഇവിടെയുള്ള എല്ലാ സ്ട്രിങ്സും ബാലൻസ്ഡ് ആണ്. ഇവയെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ലെഫ്റ്റ് ബ്രാക്കറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റൈറ്റ് ബ്രാക്കറ്റ് ഉണ്ട്. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ എന്നിന്റെ വാല്യൂ 3 ആയപ്പം നമുക്ക് കിട്ടിയ ഓൾ കോമ്പിനേഷൻസ് ഓഫ് ബാലൻസ്ഡ് പാരാന്തസിസ് ആയിരുന്നു ഇതെല്ലാം. ഇവിടെ ഒരു കൺസ്ട്രെയിന്റ് തന്നിട്ടുണ്ട്, n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. എന്നിന്റെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ലെഫ്റ്റ് ബ്രാക്കറ്റും റൈറ്റ് ബ്രാക്കറ്റും ഉള്ള ഒരു സ്ട്രിങ് ബാലൻസ്ഡ് ആണോ എന്ന് എങ്ങനെ നോക്കാമെന്ന് നമുക്ക് പഠിക്കാം. രണ്ട് കണ്ടീഷൻസ് ആ മെയിൻലി ചെക്ക് ചെയ്യേണ്ടത്. നമ്പർ ഓഫ് ലെഫ്റ്റ് ബ്രാക്കറ്റ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് റൈറ്റ് ബ്രാക്കറ്റ്സ്. അറ്റ് എനി ഇൻഡെക്സ് നമ്പർ ഓഫ് സീൻ ലെഫ്റ്റ് ബ്രാക്കറ്റ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ഓഫ് സീൻ റൈറ്റ് ബ്രാക്കറ്റ്സ്. ഈ രണ്ട് കണ്ടീഷൻസും ട്രൂ ആണെങ്കിൽ ഒരു സ്ട്രിങ് ബാലൻസ്ഡ് ആണെന്ന് നമുക്ക് പറയാം. ആദ്യമായിട്ട് നമുക്ക് ഈ സ്ട്രിങ്ങിനെ എടുക്കാം. ഈ സ്ട്രിങ്ങിൽ 2 ലെഫ്റ്റ് ബ്രാക്കറ്റും 2 റൈറ്റ് ബ്രാക്കറ്റും ഉള്ള നമ്പർ ഓഫ് ലെഫ്റ്റ് ബ്രാക്കറ്റ്സും നമ്പർ ഓഫ് റൈറ്റ് ബ്രാക്കറ്റ്സും സെയിം ആണ്. പിന്നെ ഈ സ്ട്രിങ്ങിൽ ഏതൊരു ഇൻഡെക്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഇൻഡെക്സ് വരെ നമ്മൾ കണ്ട ലെഫ്റ്റ് ബ്രാക്കറ്റ്സ് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ഓഫ് സീൻ റൈറ്റ് ബ്രാക്കറ്റ്സ് ആയിരിക്കും. നമുക്ക് ഈ ഇൻഡെക്സ് എടുത്ത് നോക്കാം. സെക്കൻഡ് ഇൻഡെക്സിൽ നമ്മൾ ഇവിടെ നിന്നാണ് എത്തിയത്. നമ്പർ ഓഫ് ലെഫ്റ്റ് ബ്രാക്കറ്റ്സ് 2 ആണ്. നമ്മൾ കണ്ട നമ്പർ ഓഫ് സീൻ ലെഫ്റ്റ് ബ്രാക്കറ്റ്സ് 2 ആണ്. നമ്പർ ഓഫ് സീൻ റൈറ്റ് ബ്രാക്കറ്റ്സ് 1 ആണ്. 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഏതൊരു ഇൻഡെക്സും ഈ സ്ട്രിങ്ങിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്ട്രിങ് ബാലൻസ്ഡ് ആണെന്ന് നമുക്ക് പറയാം. ഇനി ഈ സ്ട്രിങ് നോക്കാം. ഇവിടെയും നമ്പർ ഓഫ് ലെഫ്റ്റ് ബ്രാക്കറ്റും നമ്പർ ഓഫ് റൈറ്റ് ബ്രാക്കറ്റും ഈക്വൽ ആണ്, 3 ആണ്. ഏതൊരു ഇൻഡെക്സിലും നമ്പർ ഓഫ് സീൻ ലെഫ്റ്റ് ബ്രാക്കറ്റ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ഓഫ് സീൻ റൈറ്റ് ബ്രാക്കറ്റ്സ് അല്ലേ? ഈ ഇൻഡെക്സ് എടുത്ത് നോക്കാം. ഈ ഇൻഡെക്സിൽ 3 ലെഫ്റ്റ് ബ്രാക്കറ്റ്സ് ഉണ്ട്, ഒരു റൈറ്റ് ബ്രാക്കറ്റ് ഉണ്ട്. 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. സിമിലർലി ബാക്കിയുള്ള ഇൻഡെക്സ് എടുത്താലും ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്ട്രിങ്ങും ബാലൻസ്ഡ് ആണ്. ഇത് രണ്ടെണ്ണം ബാലൻസ്ഡ് ആയിരുന്നു. ഈ സ്ട്രിങ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്പർ ഓഫ് ലെഫ്റ്റ് ബ്രാക്കറ്റും നമ്പർ ഓഫ് റൈറ്റ് ബ്രാക്കറ്റും സെയിം അല്ല. അതുകൊണ്ട് ആ സ്ട്രിങ് ബാലൻസ് അല്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രിങ് അവിടെ നമ്പർ ഓഫ് ലെഫ്റ്റ് ബ്രാക്കറ്റും നമ്പർ ഓഫ് റൈറ്റ് ബ്രാക്കറ്റ് സെയിം ആണ്. പക്ഷേ അറ്റ് എനി ഇൻഡെക്സ് നമ്പർ ഓഫ് സീൻ ലെഫ്റ്റ് ബ്രാക്കറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ഓഫ് സീൻ റൈറ്റ് ബ്രാക്കറ്റ് അല്ല. ഈ ഒരു ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സീൻ റൈറ്റ് ബ്രാക്കറ്റ്സ് എത്രയാ? 2 ആണ്. നമ്പർ ഓഫ് സീൻ ലെഫ്റ്റ് ബ്രാക്കറ്റ് 1. 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 അല്ല. അതുകൊണ്ട് ഈ സ്ട്രിങ് ഇൻവാലിഡ് ആണ്, അല്ലെങ്കിൽ ബാലൻസ് അല്ല. നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. നമ്മൾ പണ്ട് കോമ്പിനേഷൻസിന്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തായിരുന്നു. അന്നേരം നമുക്ക് 2 ചോയ്സസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ സെലക്ട് ചെയ്യാണ്ടിരിക്കുക. അതുപോലെ ഈ പ്രോബ്ലത്തിൽ നമുക്ക് 2 ചോയ്സസാണ് ഉള്ളത്.
ഒന്നുകിൽ ലെഫ്റ്റ് ബ്രാക്കറ്റിനെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ബ്രാക്കറ്റിനെ സെലക്ട് ചെയ്യുക. എല്ലായ്പ്പോഴും നമ്മൾ ലെഫ്റ്റ് ബ്രാക്കറ്റിനെ സെലക്ട് ചെയ്യണോ? വേണ്ട. നമ്പർ ഓഫ് ലെഫ്റ്റ് ബ്രാക്കറ്റ്സ് ഇൻ ബഫർ ലെസ് ദാൻ n ആണെങ്കിൽ മാത്രമേ നമ്മൾ ലെഫ്റ്റ് ബ്രാക്കറ്റിനെ സെലക്ട് ചെയ്യാവുള്ളൂ. നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന സ്ട്രിങ്ങിൽ അല്ലെ ബഫറിൽ നമ്പർ ഓഫ് ലെഫ്റ്റ് ബ്രാക്കറ്റ്സ് ലെസ് ദാൻ n ആണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ബ്രാക്കറ്റിനെ ആഡ് ചെയ്യും. അതുപോലെ തന്നെ റൈറ്റ് ബ്രാക്കറ്റിനെ നമ്പർ ഓഫ് ലെഫ്റ്റ് ബ്രാക്കറ്റ്സ് ഇൻ ബഫർ ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് റൈറ്റ് ബ്രാക്കറ്റ്സ് ഇൻ ബഫർ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ റൈറ്റ് ബ്രാക്കറ്റിനെയും ആഡ് ചെയ്യത്തുള്ളൂ. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്ട്രിങ്ങിൽ നമ്പർ ഓഫ് ലെഫ്റ്റ് ബ്രാക്കറ്റ്സ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് റൈറ്റ് ബ്രാക്കറ്റ്സ് ആണെങ്കിൽ മാത്രമേ നമ്മൾ റൈറ്റ് ബ്രാക്കറ്റിനെ ആ സ്ട്രിങ്ങിലോട്ട് ആഡ് ചെയ്യത്തുള്ളൂ. നമുക്ക് n ഈക്വൽ ടു 2ന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇനിഷ്യലി നമ്മുടെ ബഫർ എം ഡി ആണ്. നമുക്ക് രണ്ട് ചോയ്സാണ് ഉള്ളത്. ഒന്നുകിൽ ലെഫ്റ്റ് ബ്രാക്കറ്റിനെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ബ്രാക്കറ്റിനെ ആഡ് ചെയ്യാം. ഇപ്പം നമ്മൾ ബഫറിൽ നോക്കിയാൽ ലെഫ്റ്റ് ബ്രാക്കറ്റും റൈറ്റ് ബ്രാക്കറ്റും ഒന്നുമില്ല. അന്നേരം നമ്പർ ഓഫ് ലെഫ്റ്റ് ബ്രാക്കറ്റ്സ് ഇൻ ബഫർ ലെസ് ദാൻ n ആണല്ലോ, അതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് ബ്രാക്കറ്റിനെ സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ബഫറിൽ ലെഫ്റ്റ് ബ്രാക്കറ്റ് കിട്ടി. അതേസമയം റൈറ്റ് ബ്രാക്കറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ? ലെഫ്റ്റ് ബ്രാക്കറ്റും റൈറ്റ് ബ്രാക്കറ്റും ബഫറിലില്ല. അതുകൊണ്ട് നമുക്ക് റൈറ്റ് ബ്രാക്കറ്റിനെ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം റൈറ്റ് ബ്രാക്കറ്റ് വെച്ച് നമ്മൾ ഒരു സ്ട്രിങ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് വാലിഡ് ആയിരിക്കില്ലല്ലോ. അതുകൊണ്ടാണ് നമുക്ക് അതിനെ സെലക്ട് ചെയ്യാൻ പറ്റാത്തത്. ഇനി ഇവിടുന്ന് നമുക്ക് രണ്ട് ചോയ്സ് ഉള്ളത്. ഒന്നുകിൽ ലെഫ്റ്റ് ബ്രാക്കറ്റ് അല്ലെ റൈറ്റ് ബ്രാക്കറ്റ്. ഇപ്പം നമ്പർ ഓഫ് ലെഫ്റ്റ് ബ്രാക്കറ്റ്സ് ഇൻ ബഫർ ലെസ് ദാൻ n ആണ്, എന്ന് വെച്ചാൽ ലെസ് ദാൻ 2 ആണ്. അതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് ബ്രാക്കറ്റിനെ സെലക്ട് ചെയ്യാൻ പറ്റി. അതുപോലെ റൈറ്റ് ബ്രാക്കറ്റിന്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ലെഫ്റ്റ് ബ്രാക്കറ്റ്സ് ഇൻ ബഫർ ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് റൈറ്റ് ബ്രാക്കറ്റ്സ് ആണ്. റൈറ്റ് ബ്രാക്കറ്റ്സ് ഒന്നും ബഫറിലില്ല. അതുകൊണ്ട് നമുക്ക് റൈറ്റ് ബ്രാക്കറ്റിനെ സെലക്ട് ചെയ്യാൻ പറ്റി. സിമിലർലി ഈ ഒരു ബഫറിന്റെ കേസ് എടുത്ത് നോക്കാം. ഇവിടെ ലെഫ്റ്റ് ബ്രാക്കറ്റിനെ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പം നമ്മൾ രണ്ട് ലെഫ്റ്റ് ബ്രാക്കറ്റ്സിനെ ആയിരുന്നു ഈ പ്രോബ്ലത്തിൽ എടുക്കാൻ നമ്മളെ അലവ് ചെയ്തിരുന്നത്. ആ കൗണ്ട് എക്സീഡ് ചെയ്തു. അല്ലെങ്കിൽ നമ്പർ ഓഫ് ലെഫ്റ്റ് ബ്രാക്കറ്റ്സ് ഇൻ ബഫർ ഈക്വൽ ടു n ആയി. അതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് ബ്രാക്കറ്റിനെ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് നമ്മൾ റൈറ്റ് ബ്രാക്കറ്റിലോട്ട് പോയി. അങ്ങനെ നമുക്ക് ഇത് കിട്ടി. രണ്ട് ലെഫ്റ്റ് ബ്രാക്കറ്റും ഒരു റൈറ്റ് ബ്രാക്കറ്റും കിട്ടി. ഇനി നമുക്ക് വീണ്ടും രണ്ട് ചോയ്സസ് ഉള്ളത്. ഒന്നുകിൽ ലെഫ്റ്റ് ബ്രാക്കറ്റ് അല്ലെങ്കിൽ റൈറ്റ് ബ്രാക്കറ്റ്. നമുക്ക് ലെഫ്റ്റ് ബ്രാക്കറ്റിനെ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ആകെ രണ്ടെണ്ണമായിരുന്നു ഈ ക്വസ്റ്റ്യനിൽ അലവ് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ നമ്പർ ഓഫ് ലെഫ്റ്റ് ബ്രാക്കറ്റ്സ് ഇൻ ബഫർ ഈക്വൽ ടു n ആയി. അതുകൊണ്ട് നമുക്ക് ഈ ലെഫ്റ്റ് ബ്രാക്കറ്റിനെ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി നമുക്ക് റൈറ്റ് ബ്രാക്കറ്റിനെ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. റൈറ്റ് ബ്രാക്കറ്റിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ലെഫ്റ്റ് ബ്രാക്കറ്റും രണ്ട് റൈറ്റ് ബ്രാക്കറ്റും ഉള്ള ഒരു സ്ട്രിങ് കിട്ടി. ഇത് ബാലൻസ്ഡ് ആണ്. ഇതായിരിക്കും നമ്മുടെ ബേസ് കേസ്. നമ്പർ ഓഫ് ലെഫ്റ്റ് ബ്രാക്കറ്റ്സും നമ്പർ ഓഫ് റൈറ്റ് ബ്രാക്കറ്റ്സും ഈക്വൽ ആവുന്ന ആ കേസ് ആയിരിക്കും നമ്മുടെ ബേസ് കേസ്. ബേസ് കേസിൽ നമ്മൾ ചെയ്യുക, നമുക്ക് കിട്ടുന്ന ഈ ബഫറിനെ നമ്മൾ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ ഔട്ട്പുട്ട് ലിസ്റ്റിലോട്ട് അപ്പൻഡ് ചെയ്യും. ഈ പ്രോബ്ലത്തിൽ നമുക്ക് ലെഫ്റ്റ് ബ്രാക്കറ്റ് അല്ലെ റൈറ്റ് ബ്രാക്കറ്റിനെ സെലക്ട് ചെയ്യാന്നുള്ള രണ്ട് ചോയ്സസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അന്നേരം ലെഫ്റ്റ് ബ്രാക്കറ്റിനെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്പർ ഓഫ് ലെഫ്റ്റ് ബ്രാക്കറ്റ്സ് ഇൻ ബഫർ ലെസ് ദാൻ n. അന്നേരം ഏതൊരു പോയിന്റിലും നമ്മൾ ലെഫ്റ്റ് ബ്രാക്കറ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ ബഫറിൽ എത്ര ലെഫ്റ്റ് ബ്രാക്കറ്റ് ഉണ്ടെന്ന് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരുന്നുണ്ടായിരുന്നു. അതുപോലെ എപ്പോഴും റൈറ്റ് ബ്രാക്കറ്റിനെ ചെക്ക് ചെയ്യുന്ന ടൈമിൽ എത്ര ലെഫ്റ്റ് ബ്രാക്കറ്റും എത്ര റൈറ്റ് ബ്രാക്കറ്റും ബഫറിലുണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരുന്നുണ്ടായിരുന്നു. ആ ഒരു ചെക്കിനെ എങ്ങനെ സ്പീഡപ്പ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ബഫറിലുള്ള ലെഫ്റ്റ് ബ്രാക്കറ്റിൻ്റെ റൈറ്റ് ബ്രാക്കറ്റിൻ്റെയും ചെക്ക് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലെഫ്റ്റിൽ നിന്നും
റൈറ്റ് എന്നും പറഞ്ഞ് രണ്ട് വേരിയബിൾസ് യൂസ് ചെയ്യും. ലെഫ്റ്റിൻ്റെ വാല്യൂ ഇനിഷ്യലി 0 ആണ്, റൈറ്റിൻ്റെ വാല്യൂയും ഇനിഷ്യലി 0 ആണ്. ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എത്ര ലെഫ്റ്റ് ബ്രാക്കറ്റ്സ് ഇപ്പോൾ ബഫറിലുണ്ട്, റൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എത്ര റൈറ്റ് ബ്രാക്കറ്റ്സ് ബഫറിലുണ്ട്. ഇനിഷ്യലി ലെഫ്റ്റിൻ്റെ വാല്യൂ 0യും റൈറ്റിൻ്റെ വാല്യൂ 0 ആണ്. എന്ന് വെച്ചാൽ ബഫറിൽ ഒരു ലെഫ്റ്റ് ബ്രാക്കറ്റും ഒരു റൈറ്റ് ബ്രാക്കറ്റും ഇല്ല. അത് കഴിഞ്ഞ് ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റ് ബ്രാക്കറ്റിനെ ആഡ് ചെയ്തു. ലെഫ്റ്റ് ബ്രാക്കറ്റിനെ ആഡ് ചെയ്യുന്ന ആ ടൈമിൽ ലെഫ്റ്റിൻ്റെ വാല്യൂ 1ഉം റൈറ്റ് 0 തന്നെയാണ്. അതായത് ലെഫ്റ്റിൻ്റെ വാല്യൂയെ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്തു. കാരണം നമ്മളിപ്പോൾ ലെഫ്റ്റ് ബ്രാക്കറ്റിനെ ബഫറിലോട്ട് ആഡ് ചെയ്തില്ല. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ലെഫ്റ്റിൻ്റെ വാല്യൂ 1 ആണ്. ഇനി നമുക്ക് രണ്ട് ചോയ്സുള്ളത്, ഒന്നുകിൽ ലെഫ്റ്റ് ബ്രാക്കറ്റിനെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ബ്രാക്കറ്റിനെ ആഡ് ചെയ്യാം. ലെഫ്റ്റ് ബ്രാക്കറ്റിനെ നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റിൻ്റെ വാല്യൂ വീണ്ടും കൂട്ടണം. ലെഫ്റ്റിൻ്റെ വാല്യൂ കൂട്ടിയപ്പം നമുക്കിപ്പോൾ 2 ആയി. ഇനി ഇവിടുന്ന് നമുക്ക് രണ്ട് ചോയ്സുള്ളത്, ഒന്നുകിൽ ലെഫ്റ്റ് ബ്രാക്കറ്റിനെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ബ്രാക്കറ്റിനെ ആഡ് ചെയ്യാം. ഇവിടെ നമുക്ക് ലെഫ്റ്റ് ബ്രാക്കറ്റിനെ ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ലെഫ്റ്റിൻ്റെ വാല്യൂ ഈക്വൽ ടു n ആയി. നമുക്ക് ലെഫ്റ്റ് ബ്രാക്കറ്റിനെ ആഡ് ചെയ്യണേൽ ലെഫ്റ്റിൻ്റെ വാല്യൂ ലെസ് ദാൻ n ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ലെഫ്റ്റ് ബ്രാക്കറ്റ്സ് ഇൻ ദ ബഫർ ലെസ് ദാൻ n ആയിരിക്കണം. ഇനി റൈറ്റ് ബ്രാക്കറ്റിൻ്റെ കേസ് എടുത്ത് നോക്കാം. നമുക്ക് റൈറ്റ് ബ്രാക്കറ്റിനെ ആഡ് ചെയ്യാം. റൈറ്റ് ബ്രാക്കറ്റിനെ ആഡ് ചെയ്യുമ്പം റൈറ്റിൻ്റെ വാല്യൂ 1 ആവും. ഇനി നമുക്ക് ലെഫ്റ്റ് ബ്രാക്കറ്റിനെ ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ലെഫ്റ്റിൻ്റെ വാല്യൂ ലെസ് ദാൻ n ആണ്. ഇവിടെ നമുക്ക് റൈറ്റ് ബ്രാക്കറ്റിനെ ആഡ് ചെയ്യാൻ പറ്റുമോ? റൈറ്റ് ബ്രാക്കറ്റിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താ? റൈറ്റിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ലെഫ്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് റൈറ്റിനെ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ വരുന്ന ബേസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഈക്വൽ ടു n ആൻഡ് റൈറ്റ് ഈക്വൽ ടു n ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു വെൽ ഫൗണ്ട് പാരന്തസിസ് കിട്ടി. അതിൽ n ലെഫ്റ്റ് ബ്രാക്കറ്റും n റൈറ്റ് ബ്രാക്കറ്റും ഉണ്ട്. ഇതാണ് നമ്മുടെ ബേസ് കേസ്. ആ ബേസ് കേസിൽ നമ്മൾ ഈ ബഫറിനെ ഒരു സ്ട്രിങ് ആക്കി മാറ്റും, എന്നിട്ട് ഔട്ട്പുട്ട് ലിസ്റ്റിലോട്ട് അപ്പെൻഡ് ചെയ്യും. നമുക്ക് ഇതിൻ്റെ കോഡ് നോക്കാം. റിസൾട്ട് ഈക്വൽ ടു എം ഡി ലിസ്റ്റ്, ബഫർ ഈക്വൽ ടു എം ഡി ലിസ്റ്റ്, ജനറേറ്റ് പാരാന്തസിസ് 0 0 n ബഫർ റിസൾട്ട്. ഇഫ് ലെഫ്റ്റ് ഈക്വൽ ടു n ആൻഡ് റൈറ്റ് ഈക്വൽ ടു n, റിസൾട്ടിലോട്ട് നമ്മൾ ബഫറിനെ ഒരു ലിസ്റ്റായിട്ട് ആഡ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. എം ഡി സ്ട്രിങ് ഡോട്ട് ജോയിൻ ബഫർ, ബഫർ എന്ന അറേ സ്ട്രിങ് ആക്കി മാറ്റും, എന്നിട്ട് റിസൾട്ടിലോട്ട് അപ്പെൻഡ് ചെയ്യും. റിട്ടേൺ ഇഫ് ലെഫ്റ്റ് ലെസ് ദാൻ n, ലെഫ്റ്റിൻ്റെ വാല്യൂ ലെസ് ദാൻ n ആണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ബ്രാക്കറ്റിനെ ബഫറിലോട്ട് ആഡ് ചെയ്യും. അത് കഴിഞ്ഞ് ലെഫ്റ്റിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും, എന്നിട്ട് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യും. എന്നിട്ട് ബഫറിൽ നിന്ന് നമ്മൾ ഈ ലെഫ്റ്റ് ബ്രാക്കറ്റിനെ പോപ്പ് ചെയ്യും റൈറ്റ് ഫംഗ്ഷൻ കോളിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട്. കാരണം നമുക്ക് ബഫറിനെ ഇനിഷ്യൽ സ്റ്റേറ്റിലോട്ട് തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടിയാണ് ഇവിടെ നമ്മൾ ബഫറിൽ നിന്ന് പോപ്പ് ചെയ്യുന്നത്. ഇഫ് ലെഫ്റ്റ് ഗ്രേറ്റർ ദാൻ റൈറ്റ്, നമ്പർ ഓഫ് ലെഫ്റ്റ് ബ്രാക്കറ്റ്സ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് റൈറ്റ് ബ്രാക്കറ്റ്സ്, അന്നേരം ബഫറിലോട്ട് നമ്മൾ റൈറ്റ് ബ്രാക്കറ്റിനെ അപ്പെൻഡ് ചെയ്യും, പിന്നെ റൈറ്റിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ജനറേറ്റ് പാരാന്തസിസിൻ്റെ ആ ഫംഗ്ഷൻ കോളിലോട്ട് പോകും. അത് കഴിഞ്ഞ് ബഫറിൽ നിന്ന് പോപ്പ് ചെയ്യും. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ 4n ഡിവൈഡഡ് ബൈ √n ആണ്. ഓർഡർ ഓഫ് 4n ഡിവൈഡഡ് ബൈ √n. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 4n ഡിവൈഡഡ് ബൈ √n ആണ്. കാരണം ലെങ്ത് ഓഫ് ലോങ്സ്റ്റ് പാത്ത് ഇൻ റിക്കർഷൻ ട്രീ ഇത്ര ആയിരിക്കും.